പ്രൈസ് ദ ലോർഡ്. സ്നേഹമുള്ളവരെ, വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള തിരുവചനങ്ങളാണ് ഇന്ന് വിചിന്തനത്തിനായി എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നു എന്ന് ഞാൻ പറയുമായിരുന്നോ? ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കി കഴിയുമ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ടുപോകും. ഞാൻ പോകുന്നിടത്തേക്കുള്ള വഴി നിങ്ങൾക്കറിയാം. തോമസ് പറഞ്ഞു, കർത്താവേ, നീ എവിടേക്ക് പോകുന്നു എന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ, പിന്നെ വഴി ഞങ്ങൾ എങ്ങനെ അറിയും? യേശു പറഞ്ഞു, വഴിയും സത്യവും ജീവനും ഞാനാണ്. എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ പക്കലേക്ക് എത്തുന്നില്ല. യേശുവാണ് പിതാവിൻ്റെ പക്കലേക്കുള്ള വഴി. യേശുവിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ പക്കലേക്ക് എത്തുന്നുമില്ല. യേശുവിൻ്റെ ശിഷ്യന്മാർ അസ്വസ്ഥരായതുപോലെ നാം പലവിധ കാരണങ്ങളാൽ അസ്വസ്ഥമായിരിക്കുന്നത് കണ്ടിട്ട് നാം ഓരോരുത്തരോടും യേശു പറയുകയാണ്, നിങ്ങൾ അസ്വസ്ഥരാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ എന്ന്. സ്വർഗത്തിൽ നിന്ന് വന്ന് സ്വർഗത്തെക്കുറിച്ച് പഠിപ്പിച്ച് സ്വർഗത്തിലേക്ക് പോയ യേശുനാഥൻ ഈ ലോകത്തിലേക്ക് വീണ്ടും വരികയാണ്. നാം ഓരോരുത്തരെയും കൂട്ടിക്കൊണ്ട് പിതാവായ ദൈവത്തിൻ്റെ അടുത്തേക്ക്, സ്വർഗത്തിലേക്ക് പോകുവാനാണ് യേശുനാഥൻ വീണ്ടും വരുന്നത്. സ്വർഗത്തിലേക്ക്, പിതാവിൻ്റെ പക്കലേക്ക് പോകുവാനായിട്ട് നാം നേടിയെടുക്കേണ്ടത് വിശുദ്ധിയാണ്. വിശുദ്ധി പ്രാപിക്കുവാനുള്ള വഴിയാണ് യേശുനാഥൻ കാണിച്ചു തരുന്നത്. 1 തെസ്സലോനിക്ക 4:3 പരിശുദ്ധാത്മാവ് പറയുന്നു, നിങ്ങളുടെ വിശുദ്ധീകരണമാണ് ദൈവം അഭിലഷിക്കുന്നത്. അസന്മാർഗികതയിൽ നിന്ന് നിങ്ങൾ ഒഴിഞ്ഞു മാറണം. 4:7 പറയുന്നു, അശുദ്ധിയിലേക്കല്ല വിശുദ്ധിയിലേക്കാണ് നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. ഹെബ്രായർ 12:14 വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നു, എല്ലാവരോടും സമാധാനത്തിൽ വർത്തിച്ച് വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുവിൻ. വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ ദർശിക്കുവാൻ സാധിക്കുകയില്ല. ദൈവകൃപ ആർക്കും നഷ്ടപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ. വിദ്വേഷം മൂലം പലരും അശുദ്ധരായി മാറുന്നു. വിദ്വേഷത്തിൻ്റെ വേര് വളർന്ന് നമ്മിൽ ഉപദ്രവം ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ നാം വിദ്വേഷം മൂലം അശുദ്ധരായി മാറുന്നു. മത്തായി 11:28 യേശു പറയുന്നു, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. നാം വിശ്വാസത്തോടെ നമ്മുടെ ഉത്കണ്ഠകളും അസ്വസ്ഥതകളും ജീവിതഭാരവുമെല്ലാം ദൈവത്തെ ഏൽപ്പിക്കുമ്പോൾ യേശു അവയെല്ലാം ഏറ്റെടുക്കുകയും നമ്മെ ആശ്വസിപ്പിക്കുകയും സമാധാനിപ്പിക്കുകയും ചെയ്യും. യാക്കോബ് 1:21 തിരുവചനം പറയുന്നു, നാം എപ്രകാരമാണ് വിശുദ്ധിയിലേക്ക് കടക്കേണ്ടത്? എല്ലാ അശുദ്ധിയും വർദ്ധിച്ചു വരുന്ന തിന്മയും ഉപേക്ഷിച്ച് നിങ്ങളിൽ പാകിയിരിക്കുന്നതും നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിക്കാൻ കഴിവുള്ളതുമായ ജീവൻ്റെ വചനത്തെ വിനയപൂർവ്വം സ്വീകരിക്കുവിൻ. അപ്പോൾ വചനമനുസരിച്ച് നാം ജീവിക്കുമ്പോൾ നമുക്ക് വിശുദ്ധി ഉണ്ടാകും. യേശു തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിങ്ങളോട് പറഞ്ഞ വചന നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു എന്ന്. അപ്പോൾ ദൈവത്തിൻ്റെ വചനങ്ങളെ നാം ഹൃദയത്തിൽ വിശ്വാസത്തോടെ സ്വീകരിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് വിശുദ്ധി ലഭിക്കും. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.